കേരളത്തിൽ ഇപ്പോൾ ഹിന്ദുത്വത്തിന് 20% വോട്ടായി. 25 ആക്കണം എന്നാണ് ഇപ്പോൾ മൂപ്പര് ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഈ 20% വോട്ട് ഏത് മണ്ഡലത്തിൽ നിന്നാണ് അവർ ആർജിക്കുന്നത്? കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടോ, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടോ, യുവാക്കൾക്ക് വേണ്ടിയിട്ടോ, കേരളത്തിലെ മനുഷ്യന്മാർക്ക് വേണ്ടി അടിസ്ഥാനപരമായി എന്തെങ്കിലും സമരം നടത്തിയിട്ടാവാം? ഒന്നുമല്ല. മറിച്ച് ഈ ഉള്ളിൽ കിടക്കുന്ന പകയെ, വിദ്വേഷത്തെ ആകാവുന്നത്ര പൊലിപ്പിച്ചെടുത്ത് അതിനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ നമ്മൾ കരുതി ഇവരുണ്ടാക്കിയതാണെന്ന്. ഇവരുണ്ടാക്കിയതല്ല. ഇവരതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. വേര് പക്ഷേ കുറെ കൂടി പഴക്കമുള്ളതാണ്. ആ പഴക്കമുള്ള വേരിനെ തൊടാൻ പാകത്തിനുള്ള ഒരു കൗണ്ടർ മെത്തേഡ് വാസ്തവത്തിൽ നമ്മുടെ റെസിസ്റ്റൻസിന് ഇല്ല. നമ്മൾ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കലായ ഔട്ടർ മാനിഫെസ്റ്റേഷൻ്റെ തലത്തിലാണ് യുദ്ധം മുഴുവൻ. വേര് ഒരനക്കവും ഇല്ലാതെ, ഒരു അലോസരവും ഇല്ലാതെ തുടരുകയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും വർഗീയത തോക്കാത്തത്. തെരഞ്ഞെടുപ്പിൽ തോക്കാം. 84 BJPക്ക് 2 സീറ്റേ ഉള്ളൂ. 91 160 സീറ്റായി. ആലോചിച്ച് നോക്കൂ. 6-7 കൊല്ലം. ഇന്ദിരാഗാന്ധി മരിച്ച കൊല്ലം 2 സീറ്റേ ഉള്ളൂ. 91 160 സീറ്റായി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 160 സീറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പാകത്തിനൊരു പൊട്ടൻഷ്യൽ ഇൻഹറൻ്റായിട്ട് ഇവിടെ ഉണ്ടെന്നാണ്. അതെവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യം നോക്കുമ്പോഴാണ് 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ആധുനികീകരണ പ്രക്രിയ, മോഡേണൈസേഷൻ ഓഫ് ദി ഇന്ത്യൻ നേഷൻ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ നേഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിനുള്ളിൽ തന്നെ ഈ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ രൂപപ്പെട്ട വർഗീയ സ്വത്വമാണ് വാസ്തവത്തിൽ നമ്മൾ ആധുനികമെന്ന പേരിൽ എറിയും കുറഞ്ഞും കൊണ്ട് നടക്കുന്നതാണ്. അതിപ്പോൾ പെട്ടെന്ന് ഒരു ശബരിമലയുടെ സമയത്ത് എല്ലാവരും ചാടി പുറപ്പെടും. അപ്പോൾ ഇത് പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ അതുവരെയുള്ള മറ്റൊരു യുക്തിക്കും അവിടെ ഇടയിലുണ്ടാവും. ആർത്തവ അശുദ്ധ എന്ന് പറഞ്ഞിട്ട് MSc സുവോളജിയൊക്കെ പാസ്സായവർ നിരനിരയായിട്ട് റോട്ടിലിറങ്ങും. അപ്പോൾ സുവോളജിക്ക് എന്ത് പറ്റും? സുവോളജി പോയ വഴി പോവും. അങ്ങനെ എന്തെല്ലാം പോയ വഴി പോയി. നോക്കൂ, ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മധ്യവർഗം ആർജിച്ച വിജ്ഞാനവും അവരുടെ സാമൂഹ്യബോധവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഇത്ര ഭീമാകാരമായ നിലയിൽ അറിവിനെ തലകിഴിച്ചിടാൻ പറ്റിയ ഒരു ജനതയും ലോകത്തില്ല. ഇപ്പം കേരളത്തിലെ തന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഭയങ്കര പണ്ഡിതന്മാരല്ലേ എല്ലാവരും. എന്നിട്ട് ജീവിതബോധത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമാണ്. നമ്മൾ ആർജിക്കുന്ന അറിവും നമ്മുടെ സാമൂഹ്യ ചരിത്രധാരണയും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് ചോദിച്ചാൽ മിക്കവാറും ഒരു ബന്ധമില്ല. ദേശീയ പ്രസ്ഥാന കാലത്ത് വള്ളത്തോളൊരു വരി കവിത എഴുതുന്നുണ്ട്, ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയില്ല നമ്മെ എന്ന്. അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ചൊക്കെയാണ്. ഇന്ന് പക്ഷേ നമ്മുടെ ഒരു സ്വാഭാവിക രീതിയായല്ല. നമ്മുടെ സാമൂഹിക ബോധവും നമ്മുടെ വിജ്ഞാന തലവും തമ്മിൽ, അതായത് അറിവ് വസ്തുവൽക്കരിക്കപ്പെടുകയും മാർസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫെറ്റിഷ് ഒബ്ജക്റ്റായി തീരുകയും അറിവ് സോഷ്യൽ കോൺഷ്യസ്നെസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീവിരുദ്ധത, ആഡംബര ഭ്രാന്ത്, ഉപഭോഗരതി, ഇതിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ അറിവിൻ്റെ ഒരു തരത്തിലുള്ള റേഫിക്കേഷനാണ്, വസ്തുവൽക്കരണം. അതായത് ഒരറിവ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഒബ്ജക്റ്റ് ആണെന്നും ഒരറിവിലൊരു ഹിസ്റ്റോറിക്കൽ റിലേഷൻ ഉണ്ട് എന്നും മനസ്സിലാക്കാൻ പറ്റുന്നവരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു.